വെൽക്കം ടു ആഷൻ ലിറ്ററേച്ചർ 8ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് യൂണിറ്റ് 3 അതിലെ സെക്കൻഡ് ചാപ്റ്ററായ എൻജിൻ ട്രബിൾ അതിലെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് നേരെ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. വാട്ട് വുഡ് യു ഡു ഇഫ് യു വൺ എ റോഡ് എൻജിൻ ഇൻ എ ലോട്ടറി? നമ്മളോടാണ് കേട്ടോ ആദ്യത്തെ ചോദ്യം. ഇദ്ദേഹത്തെ പോലെ ഇനി നിങ്ങൾക്കാണ് ഒരു റോഡ് എൻജിൻ ലോട്ടറി അടിച്ചത് എന്ന് വിചാരിച്ച് നിങ്ങൾ എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത്? Answer: If I won a road engine in a lottery, at first I would feel very happy and surprised because it is such a big prize. എന്തായാലും അയാളെപ്പോലെ തന്നെ ഒരു റോഡ് എൻജിൻ ലോട്ടറി അടിച്ചാൽ ഞാനും വളരെ ഹാപ്പി ആവും, കൂടാതെ ഞാനും സർപ്രൈസ്ഡ് ആവും. വലിയൊരു പ്രൈസ് അല്ലേ നമുക്ക് അടിക്കുന്നത്. അപ്പോൾ എന്തായാലും സ്വാഭാവികമായി ഇതൊക്കെ ഫീൽ ചെയ്യും. ബട്ട് എന്നാൽ സൂൺ ഐ വുഡ് റിയലൈസ് ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് യൂസ്ഫുൾ ഫോർ മീ. എന്നാൽ ഇത് എനിക്ക് പേഴ്സണലായിട്ട് ഉപകാരപ്രദമല്ല എന്ന് വേഗം തന്നെ ഞാൻ തിരിച്ചറിയും. ഇറ്റ് ഈസ് ടു ബിഗ് ആൻഡ് ഹാർഡ് ടു കീപ് എനിവെയർ. എവിടെയാണെങ്കിലും വെക്കാനും കൊണ്ടു നടക്കാനും ഒക്കെ വളരെ വലുതാണ്. സോ ഐ വുഡ് ട്രൈ ടു സെൽ ഇറ്റ് ക്വിക്ക്ലി ടു എ സ്ക്രാപ്പ് ഡീലർ ഓർ സം വൺ ഹു കുഡ് യൂസ് ഇറ്റ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒന്നെങ്കിൽ ഞാനതൊരു സ്ക്രാപ്പ് ഡീലറിന് കൊടുക്കും, ആക്രിയൊക്കെ എടുക്കുന്ന ആളല്ലേ, അവർക്ക് കൊടുക്കും. അല്ലെങ്കിൽ ആർക്കെങ്കിലും ഇത് ഉപയോഗപ്രദമാണോ എന്ന് അന്വേഷിച്ച് അവർക്കിത് വിൽക്കും. ദാറ്റ് വേ ഐ ക്യാൻ അവോയ്ഡ് പേയിങ് റെൻറ്റ് ഓർ റിപ്പയർ ചാർജസ് ഓഫ് ഇറ്റ്. അങ്ങനെ അതുവഴി ഈ റോഡ് എൻജിന് വേണ്ടി വാടക കൊടുക്കുന്നതോ അല്ലെങ്കിൽ ഇത് നന്നാക്കാനുള്ള പണം മുടക്കുന്നതോ അതിൽ നിന്നൊക്കെ എനിക്ക് ഒഴിവാവാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ഇങ്ങനൊരു ലോട്ടറി അടിച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ പോകുന്ന കാര്യം അല്ലേ. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. വൈ ഡിഡ് ദ പീപ്പിൾ ഗെയ്സ് അറ്റ് ദ നറേറ്റർ ആസ് ഇഫ് ഹി വർ എ സ്ട്രേഞ്ച് ആനിമൽ? എന്തിനാണ് ആളുകളൊക്കെ ഇദ്ദേഹത്തെ എന്തോ ഒരു വ്യത്യസ്തമായ മൃഗത്തെ പോലെ തുറിച്ചു നോക്കിയത്? Answer: People looked at the narrator like he was a strange animal because എന്തുകൊണ്ടാ? He had won a road engine. അദ്ദേഹത്തിന് എന്താണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്? ഒരു റോഡ് എൻജിനാണ് പ്രൈസ് ആയിട്ട് അടിച്ചിരിക്കുന്നത്. A huge and useless thing for a normal person. ഒരു സാധാരണക്കാരന് വളരെ വലുതും എന്നാൽ ഒരു ഉപയോഗവും ഇല്ലാത്തത് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു പ്രൈസാണത് അല്ലേ. ദേ ഫൗണ്ട് ഇറ്റ് ഫണ്ണി. ആളുകൾക്ക് അതൊരു കോമഡി ആയിട്ടാണ് തോന്നിയത്. ആൻഡ് സർപ്രൈസിങ്, കൂടാതെ ഒരു അത്ഭുതവും, കാരണം ഇത്ര വലിയ ഒരു എൻജിൻ അടിച്ചപ്പോൾ. ദാറ്റ് ആൻ ഓർഡിനറി മാൻ ഹാഡ് സച്ച് എ ബിഗ് മിഷൻ. ഒരു സാധാരണക്കാരന് ഇത്രയും വലിയൊരു മിഷൻ കയ്യിൽ കിട്ടി എന്നുള്ള അതിൻ്റെ ഒരു സർപ്രൈസും ഫണ്ണും ഒക്കെ ആളുകൾക്ക് ഉണ്ടായിരുന്നു. They looked at him with shock and amusement. ആളുകൾ അദ്ദേഹത്തെ ഒരു ഷോക്കോടെയാണ് നോക്കുന്നത്, കൂടാതെ അമ്യൂസ്മെന്റ്, അവർക്കിതൊരു രസകരമായ അത്ഭുതകരമായ ഒരു കാര്യമാണ്. വണ്ടറിങ് വാട്ട് ഹി വുഡ് ഡു വിത്ത് സച്ച് എ പ്രൈസ്. എല്ലാവർക്കും എന്തായിരുന്നു അതിശയം? ഈ ഒരു വലിയ സാധനം വെച്ചിട്ട്, ഈ ഒരു വലിയ സമ്മാനം വെച്ചിട്ട് ഇദ്ദേഹം എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത് എന്നൊരു അത്ഭുതം, ഒരു ആകാംക്ഷ എല്ലാ ആളുകളുടെ ഇടയിലും ഉണ്ടായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ ഡു ജോസഫ്, ദ ടെമ്പിൾ എലിഫന്റ് ആൻഡ് ദ കൂലീസ് ആഡ് ഹ്യൂമർ ടു ദ സ്റ്റോറി? ഈ മൂന്നാളുകളല്ലേ, ജോസഫ്, പിന്നെ അമ്പലത്തിലെ ആന, കൂടാതെ കൂലീസ്, ഇവരെല്ലാവരും എങ്ങനെയാണ് ഈ കഥയെ കൂടുതൽ ഫണ്ണിയാക്കിയത്? എങ്ങനെയാണ് ഇതിലെ ഹാസ്യത്തിലേക്ക് ഇവരും കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്? ഈ ഒരു കഥ കുറച്ചും കൂടി കോമഡി ആക്കാനായിട്ട് ഇവരുടെ റോൾ എന്തായിരുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ: ദീസ് ക്യാരക്ടേഴ്സ് മേക്ക് ദ സ്റ്റോറി ഫണ്ണി ത്രൂ ദെയർ ആക്ഷൻസ് ആൻഡ് ഫെയിലിയേഴ്സ്. ഈ പറഞ്ഞ മൂന്നാളുകൾ സത്യത്തിൽ ഈ കഥ കുറച്ചുകൂടി ഫണ്ണി ആക്കാൻ സഹായിച്ചിട്ടുണ്ട്, അവരുടെ പ്രവൃത്തി വഴിയും അവരുടെ തോൽവികൾ വഴിയും. കാരണം ഇവർ മൂന്നാൾക്കാരും എന്തൊക്കെ ശ്രമിച്ചിട്ടും ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. അവർ മൂന്നുപേരും തോറ്റുപോയ ആൾക്കാരാണ് അല്ലേ. അപ്പോൾ ആദ്യം തന്നെ ജോസഫ്, ദ ഡ്രൈവർ, അദ്ദേഹം എന്താ ചെയ്തേ? ട്രൈസ് ടു മൂവ് ദ എൻജിൻ. അദ്ദേഹമാണ് ആ എൻജിൻ ഒന്ന് മൂവ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നത്, ബട്ട് ഫെയിൽസ്, പക്ഷെ തോറ്റുപോയി. ആൻഡ് മേക്സ് ദ സിറ്റുവേഷൻ വേഴ്സ്. മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റിയില്ല എന്ന് മാത്രമല്ല, കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുകയും ചെയ്തു. ആര്? ജോസഫ്. ദ ടെമ്പിൾ എലിഫന്റ് ഈസ് ബ്രോട്ട് ടു പുഷ് ദ എൻജിൻ വിച്ച് ലുക്സ് വെരി ഫണ്ണി. ആനേനെയാണ് കൊണ്ടുവന്നത് അല്ലേ ആ എൻജിൻ ഒന്ന് പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് സത്യത്തിൽ ഈ കഥ അങ്ങ് കോമഡി ആക്കി മാറ്റി എന്ന് പറയാം. ഈവൻ സച്ച് എ ബിഗ് ആനിമൽ കനോട്ട് മൂവ് ഇറ്റ് പ്രോപ്പർലി. എന്തിന്? ഒരാനയ്ക്ക് പോലും ആ ഒരു എൻജിനെ മര്യാദയ്ക്ക് മൂവ് ചെയ്യാനായിട്ട് പറ്റിയില്ല. ആൻഡ് എൻഡ്സ് അപ്പ് ബ്രേക്കിംഗ് എ വാൾ. അവസാനം ഒരു ഭിത്തി മുഴുവനല്ലേ ബ്രേക്ക് ചെയ്യുന്നതായിട്ട് പറയുന്നുണ്ട്. ദ കൂലീസ് ട്രൈ ഹാർഡ് ടുഗെദർ ടു മൂവ് ദ എൻജിൻ ബട്ട് നത്തിങ് വർക്ക്സ്. അവരെല്ലാവരും കൂടി ഈ ഒരു എൻജിൻ മര്യാദയ്ക്ക് മൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ ഒന്നും നടന്നില്ല. Their struggle makes the scene look comical. അവരുടെ കഷ്ടപ്പാടുകൾ സത്യം പറഞ്ഞാൽ ഈ കഥയെ കുറച്ചുകൂടി ഫണ്ണിയാക്കി മാറ്റുകയാണ് ഉണ്ടായത്. ആൻഡ് ആഡ്സ് ടു ദ ഹ്യൂമർ. ഈ കഥയുടെ ഹ്യൂമർ, ഹാസ്യത്തിലേക്ക് സത്യം പറഞ്ഞാൽ ഇവർ കുറച്ചും കൂടി കൂട്ടിച്ചേർത്തു എന്ന് പറയാം.
Fourth question, how does the narrator's enthusiasm change in the course of time? ആദ്യം അദ്ദേഹത്തിന് ഭയങ്കര ഉത്സാഹമായിരുന്നു അല്ലേ, ഭയങ്കര enthusiasm ആയിരുന്നു. എന്നാൽ പിന്നീട് കാലം പോയപ്പോൾ അല്ലെങ്കിൽ കുറച്ച് നാളുകൾക്ക് ശേഷം ഉത്സാഹത്തിന് എന്ത് സംഭവിച്ചു, അത് മാറിയോ? ആൻസർ, അറ്റ് ഫസ്റ്റ് ആദ്യം ദ നറേറ്റർ ഫീൽസ് വെരി ഹാപ്പി ആൻഡ് പ്രൗഡ്. അദ്ദേഹം വളരെ സന്തോഷത്തിലായിരുന്നു, ഇങ്ങനെ ഒരു പ്രൈസ് കിട്ടിയതിൽ വളരെ അഭിമാനത്തിലായിരുന്നു. ആഫ്റ്റർ വിന്നിങ് ദ എൻജിൻ കിട്ടിയതിന് ശേഷം ഹി തിങ്സ് ഇറ്റ് ഈസ് എ ലക്കി പ്രൈസ്. അദ്ദേഹം വിചാരിച്ചു ഇത് ഒരു ലക്കി പ്രൈസ് തന്നെയാണ് എന്ന്. ബട്ട് ലേറ്റർ എന്നാൽ പിന്നീട് ഹി റിയലൈസസ് ദാറ്റ് ദ എൻജിൻ ഈസ് എ ബിഗ് പ്രോബ്ലം. പിന്നീട് അദ്ദേഹം തിരിച്ചറിഞ്ഞു ഈ എൻജിൻ സത്യം പറഞ്ഞാൽ വലിയൊരു തലവേദനയാണ്, വലിയൊരു പ്രശ്നമാണെന്ന് തിരിച്ചറിഞ്ഞു. ഹി കനോട്ട് മൂവ് ഇറ്റ്. അദ്ദേഹത്തിന് ആ ഒരു എൻജിൻ അനക്കാനായിട്ട് കഴിയുന്നില്ല. കനോട്ട് സെൽ ഇറ്റ്, വിൽക്കാനായിട്ട് സാധിക്കുന്നില്ല. ആൻഡ് മസ്റ്റ് പേ റെൻറ്റ് ടു കീപ്പ് ഇറ്റ്. അത് കൈവശം വെക്കാനായിട്ട് വാടക കൊടുക്കുകയും കൂടി വേണം. ഫൈനലി അവസാനം ഹി ബിക്കംസ് വറീഡ് ആൻഡ് ടയേർഡ്. ഇതിനെക്കുറിച്ച് ഓർത്ത് അയാൾ ഭയങ്കര വ്യാകുലപ്പെടാനും തുടങ്ങി, മടുത്തു, ടയേർഡായി. ഹി ജസ്റ്റ് വാണ്ട്സ് ടു ഗെറ്റ് റിഡ് ഓഫ് ദ എൻജിൻ. അപ്പോൾ അത്ര ഉത്സാഹത്തോടെ അത് സ്വീകരിച്ച വ്യക്തി അവസാനമായപ്പോഴേക്കും എങ്ങനെയെങ്കിലും ഇതൊന്ന് ഒഴിവാക്കിയാൽ മതി എന്നൊരു രീതിയിലേക്കാണ് എത്തിച്ചേർന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഡു യു തിങ്ക് മെഷീൻസ് ലൈക്ക് ദ റോഡ് എൻജിൻ ഹാവ് ബിക്കം ഔട്ട്ഡേറ്റഡ്? വൈ ഓർ വൈ നോട്ട്? ഈ റോഡ് എൻജിൻ പോലെയുള്ള മെഷീൻസ് ഔട്ട്ഡേറ്റഡ് ആയെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്തുകൊണ്ട്? യെസ്, ഓൾഡ് റോഡ് എൻജിൻസ് ലൈക്ക് ദ വൺ ഇൻ ദ സ്റ്റോറി ഹാവ് ബിക്കം ഔട്ട്ഡേറ്റഡ് ടുഡേ. ഈ കഥയിൽ പരാമർശിക്കുന്ന ഇതുപോലെയുള്ള റോഡ് എൻജിൻ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഔട്ട്ഡേറ്റഡ് ആണ്. നൗ പീപ്പിൾ യൂസ് മോഡേൺ മെഷീൻസ് ഫോർ ബിൽഡിംഗ് റോഡ്സ്. ഇപ്പോൾ റോഡുകൾ നിർമ്മിക്കാനായി ആളുകൾ കുറച്ചുകൂടി മോഡേൺ ആയിട്ടുള്ള മെഷീൻസ് ആണ് ഉപയോഗിക്കുന്നത്. ദേ ആർ ഫാസ്റ്റർ, സേഫർ ആൻഡ് ഈസിയർ ടു യൂസ്. റോഡ് എൻജിനെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ കൊണ്ടുവരുന്ന മോഡേൺ ആയ മെഷീൻസ് കുറച്ചും കൂടി ഫാസ്റ്റാണ്, സേഫാണ്, ഉപയോഗിക്കാൻ എളുപ്പവുമാണ്. ബട്ട് ദ ഐഡിയ ഓഫ് എ റോഡ് എൻജിൻ ഈസ് നോട്ട് ഔട്ട്ഡേറ്റഡ്. പക്ഷേ ഈ റോഡ് എൻജിനിൽ ഉപയോഗിച്ചിരിക്കുന്ന ഐഡിയ ഔട്ട്ഡേറ്റഡ് അല്ല. ആ ഒരു ഐഡിയയിൽ വെച്ചുകൊണ്ട് തന്നെയാണ് മറ്റുള്ള മെഷീൻസും ഇപ്പോഴും ഉണ്ടാക്കിയെടുക്കുന്നത്. വി സ്റ്റിൽ യൂസ് ഇംപ്രൂവ്ഡ് വേർഷൻസ് ഓഫ് സച്ച് മെഷീൻസ് ടു മേക്ക് റോഡ് സ്മൂത്ത് ആൻഡ് സ്ട്രോങ്. ഇപ്പോഴും നമ്മുടെ റോഡ് സ്മൂത്ത് ആക്കാനും സ്ട്രോങ് ആക്കാനും ഉപയോഗിക്കുന്ന മെഷീൻസ് എന്ന് പറയുന്നത് ഈ റോഡ് എൻജിൻ പോലെയുള്ള മെഷീൻസിൻ്റെ ഐഡിയയിൽ നിന്നും ഉണ്ടായതാണ്. എന്നാൽ റോഡ് എൻജിൻ എന്ന് പറയുന്ന ആ ഒരു മെഷീൻ സത്യത്തിൽ ഇപ്പോൾ ഔട്ട്ഡേറ്റഡ് ആണ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻസും അതിൻ്റെ വ്യക്തമായ ആൻസേഴ്സും. ഇതേ ചാപ്റ്ററിൻ്റെ ആക്ടിവിറ്റീസുമായിട്ട് എത്രയും വേഗം കാണാം. താങ്ക്